നമ്മൾ ഈ സഭയിൽ നിന്നും കമൻ്റ് ചെയ്ത ചില വ്യക്തികളുടെ പേര് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, റോയ് ടി ദാനിയൽ സാറിൻ്റെ മൂത്ത മകന്, അതുപോലെ തന്നെ സണ്ണി ബ്രദറെ, ഇപ്പോൾ നിത്യയിൽ വിശ്രമിക്കുന്ന സണ്ണി ടി ദാനിയൽ, അതുപോലെ തന്നെ ജോൺസൺ റോയ്, ഷാജി ബി, ഡോക്ടർ മാത്യു വർഗീസ് 1952 എനിക്ക് അദ്ദേഹത്തെ വ്യക്തമായിട്ട് അറിയത്തില്ല, എങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ, ഡോക്ടർ മാത്യു വർഗീസ്, അതുപോലെ ബിജു ടി എം. ഇത്രയും പേരെയാണ് നമ്മൾ കഴിഞ്ഞ ആളുകളിൽ സഭ ആ നിലയിൽ അവരുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ സഭ അവരെ ഏർപ്പെടുത്തിയതും തിരഞ്ഞെടുത്തതുമായ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇപ്പോഴേ നമ്മുടെ സണ്ണി ബ്രദർ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ആഗ്രഹം, വേരെയോടുള്ള ബന്ധത്തിൽ താൻ കടന്നു പോകുമ്പോഴും തൻ്റെ ആ ഒരു സുവിശേഷകൻ എന്നുള്ളതായ ആ ഒരു അംഗീകരണം അത് ആവശ്യമായിരിക്കുന്നു. അത് സഭ അതിനുവേണ്ടി ആ കാര്യത്തിൽ നടപടിയെടുക്കണം എന്നുള്ള രീതിയിൽ അറിയിക്കുകയുണ്ടായി. എന്നാൽ അത് സഭ വളരെ വ്യക്തമായിട്ട് തന്നെ കഴിഞ്ഞ 2 വർഷമായി അത് ആ കാര്യം ഉൾക്കൊണ്ട് തക്ക സമയത്ത് ആ തീരുമാനം അങ്ങനെ എടുക്കുകയുണ്ടായി. പ്രിയ സഹോദരനെ നമ്മുടെ പത്തനംതിട്ട സഭയുടെ സുവിശേഷകനായിട്ട് ഓവർസൈറ്റ്, അത് ഞങ്ങൾ മൂപ്പന്മാരും കൂടി ആ കാര്യം തീരുമാനിച്ച കാര്യം അത് സഭയെ അറിയിക്കുകയാണ്. അത് നമുക്ക് ഏറ്റവും അഭിമാനത്തിനും അത് സഭയുടെ വളർച്ചയ്ക്കും ഒക്കെ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു. ഞാനൊരു സങ്കീർത്തനം, ഇന്നത്തെ ഒരു ചെറിയ ഈ 10 മിനിറ്റുള്ള പ്രോഗ്രാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനിപ്പോൾ ഒരു സങ്കീർത്തന ഭാഗം വായിക്കും. നമുക്ക് അതിനുശേഷം ഒരു പാട്ടിൻ്റെ അടികളുണ്ടായിരിക്കും. അതിനുശേഷം 2 സഹോദരന്മാർ, അതായത് നോയൽ സഹോദരനും സജിത്ത് സഹോദരനും ഒരു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു 2 മിനിറ്റ് വളരെ ചുരുങ്ങിയ രീതിയിൽ 2 വാക്കുകൾ പറയും. അതിനുശേഷം പ്രിയ കുഞ്ഞോനിച്ചാനും ബാബുച്ചാനും ചുരുക്കമായി 2 പേരും അല്പം പ്രാർത്ഥിച്ച് ആ കാര്യം നമുക്ക് എഴുന്നേറ്റ് നിന്ന് നിർവഹിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. എന്നെ സന്തോഷിപ്പിച്ച് എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു വാക്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. സങ്കീർത്തനങ്ങൾ 119 33 വാക്യങ്ങളാണ്. സാം 119:33 ഓൺവേഴ്സ്. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായുമാറാകണമേ. വ്യാജത്തെ നോക്കാതെ വേണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അയറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എന്നിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കുകയാൽ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേ ശോഭരാ. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേ ശോഭരാ. നന്ദി കൊണ്ടെൻ്റെയുള്ള നിറയുന്ന സന്നാമോടെ സ്തുതി പാടിടുന്നേ.
ദേവസന്ന ആമോടെ സ്തുതി പാടിടുന്നേ. പ്രിയനോൽ സാർ. ദൈവത്തിന് മഹത്വം. ആശംസയായിട്ട് എഴുതിയിട്ടുള്ള ഒരു പാട്ടിൻ്റെ ചില ഇരടികൾ പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പാടാൻ വലിയ കഴിവില്ല. എന്നോട് ചേർന്ന് എല്ലാവരും ചേർന്നൊന്ന് പാടണം. 1114 പാട്ട്. ആർപ്പിന്നാദമുയരുന്നിതാ ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വത്തിൻ രാജനെഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ. പോയിടാം വിളഞ്ഞ വയലുകളിൽ, നേടിടാം ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം വിളഞ്ഞ വയലുകളിൽ, നേടിടാം ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. മൂന്നാമത്തെ സ്റ്റാൻസ. ആരേ ഞാനയക്കേണ്ടു, ആരിനി പോയിടും, നിംബസ്വരം മുഴങ്ങുന്ന കാലുകളിൽ. പോയിടാം വിളഞ്ഞ വയലുകളിൽ, നേടിടാം ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. ദൈവത്തിന് മഹത്വം. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനമാണ്. ഇതേ ആശയം വരുന്ന 1-2 പാട്ടുകളും കൂടെ ഉണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന അക്ഷരീയമായി നാം ആണെങ്കിൽ ആർപ്പിൻ നാദം ഉയരുന്നിത, ദൈവത്തിൻ്റെ ഒരു നാദം ഉയരുകയാണ്. വിളഞ്ഞ വയലുകളുണ്ട്, വേലക്കാർ ചുരുക്കം. അതിനുവേണ്ടി ആരെ അയക്കും? അരുമനാഥൻ, ആ കൊയ്ത്തിന്റെ അധിപന്റെ ഒരു ദീന സ്വരമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ആര് പോകും? ആരതിനു വേണ്ടി തയ്യാറാകും? നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷത്തിന് മുൻപ് മുതൽ പ്രിയ സണ്ണി ബ്രദർ ഇവിടെ വന്ന നാൾ മുതലേ അദ്ദേഹം പ്രൊഫഷണലായിട്ട് പല ജോലികൾ ചെയ്യുമെങ്കിലും കൂടുതൽ പ്രവർത്തനത്തിൽ താല്പര്യപൂർവ്വം സുവിശേഷത്തിന് വേണ്ടി വളരെ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കഴിഞ്ഞ നാളുകളിൽ സാക്ഷ്യമായി പ്രസ്താവിക്കുകയുണ്ടായി. എന്നാൽ വളരെ സസൂക്ഷ്മം സഭ അത് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ തക്ക സമയത്ത് നാം പറഞ്ഞതുപോലെ സഭ ഒരുമിച്ച് അദ്ദേഹത്തെ സുവിശേഷകനായി കമന്റ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. ഇതിനുവേണ്ടി നാം ഓരോരുത്തരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് ഈ വേലയിലേക്ക് ഇറങ്ങുവാൻ. എന്നാൽ അതിനുവേണ്ടി ആര് സമർപ്പിക്കും എന്നുള്ള ആ വലിയൊരു ചോദ്യം കൊയ്ത്തിന്റെ അധിപൻ ചോദിക്കുമ്പോൾ അതെ, ഞാൻ അതിന് തയ്യാറാണ് എന്നുള്ള ആ വലിയൊരു വാക്കുമായി പ്രിയ സഹോദരൻ വന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സങ്കീർത്തന ഒരു വാക്യഭാഗം കൂടി വായിച്ച് ഞാൻ ചില കാര്യങ്ങൾ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രം. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒരു വാക്യമാണിത്. അവിടെ അനന്യാസിനെ പ്രാർത്ഥിക്കുവാനായിട്ട് പൗലോസിന്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ അവൻ വിസമ്മതിക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് അവിടെ ഉണ്ടാകുകയാണ്. ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. വീണ്ടും അതിൻ്റെ താഴെയുള്ള വാക്യം കൂടി സണ്ണി ബ്രദറിനോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 15-ാം അധ്യായം 9-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. പ്രിയ സഹോദരൻ ഇതിനുവേണ്ടി സമർപ്പിക്കുകയും ആ രീതിയിൽ
ഒക്കെ എടുത്തു. എന്നാൽ നാം കഴിഞ്ഞ നിമിഷങ്ങളിൽ ചില പേരുകളൊക്കെ വായിച്ചു കേട്ടു. അതിൽ ചിലർ ഒക്കെ നാം പേര് മിക്കവർക്കും അറിയാത്ത ആളുകളുണ്ട്. അവർ കമൻറ്റ് ചെയ്തു. എന്നാൽ വളരെ സുവിശേഷ വേലയിൽ അധ്വാനിക്കുന്നവരാണ് മാത്യു വർഗീസ്. എനിക്കും അറിയത്തില്ലായിരുന്നു അദ്ദേഹത്തിനെ. എന്നാൽ ബൈബിൾ പരിഭാഷയിൽ നിരന്തരം അധ്വാനിക്കുന്ന ഒരു ദൈവദാസനാണ്. നമ്മുടെ സഭ കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നാൽ സണ്ണി ബ്രദറിനോടുള്ള ബന്ധത്തിൽ എൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, ഈ സഭയുടെ സുവിശേഷകൻ എന്നുള്ള നിലയിൽ വരുന്ന ആളുകളിൽ സഭയ്ക്ക് പ്രയോജനം വരുന്ന രീതിയിൽ കഴിവതും ഈ പ്രദേശത്ത് അദ്ദേഹം ഉണ്ടെങ്കിൽ ഇവിടെ ആക്റ്റീവായി ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. മാത്രമല്ല ഈ ഉദ്യമത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഇത് നാം കാണുമ്പോൾ വളരെ നല്ല ജോലിയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയൊക്കെ നാം ചിന്തിക്കുമെങ്കിലും ഈ രാസ്ത, ഈ വഴി ഒരിക്കലും ഒരു ചുമന്ന പരവതാനി വരച്ച ഒരു മാർഗമല്ല. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നെങ്കിൽ എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുവാനായിട്ടാണ്. കഷ്ടങ്ങളെ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് പൗലോസിനോടുള്ള ബന്ധത്തിലും അവിടെ കണ്ടത്. ഈ ജീവിത യാത്രയിൽ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ട അവസ്ഥകൾ വരും. എന്നാൽ ധീരതയോടുകൂടി അതിനുവേണ്ടി പോരാടുവാൻ ഒരു പോരാളിയെ പോലെ ഇടയാകട്ടെ എന്നുള്ള എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഡോക്ടർ സാംസൺ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദീർഘമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സണ്ണി ടി ഫിലിപ്പ് എന്ന പേര് ഞാൻ ആദ്യമായി കേൾക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2001 അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് മല്ലശ്ശേരി പൂങ്കാവിൽ തുടങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഡോക്ടർ തോമസ് ആണ് അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞ്, ഇങ്ങനെ ഒരു ആളുണ്ട്, അവിടെ ചേർന്ന് നല്ലതാണ് കമ്പ്യൂട്ടർ പഠിക്കാനൊക്കെ. അന്ന് ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിട്ട് 2001 എൻ്റെ ഓർമ്മ അവിടെ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി അവിടെ ചെന്നു. അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അന്നു മുതൽ ഇന്നു വരെയും പ്രിയ ദാസനുമായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്നേഹബന്ധത്തിൽ, ആത്മീയബന്ധത്തിലും ലൗകികമായിട്ടുള്ള ആത്മബന്ധത്തിലും മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കുന്നു. നമുക്കറിയാം, അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്ന മേഖലകൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ബൈബിൾ കോളേജുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ബൈബിൾ കോളേജ് അധ്യാപകൻ, ഒരു അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ തന്നെ വിവിധ നിലകളിൽ സുശേഷാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഗിഡിയൻസിൻ്റെ പ്രവർത്തനങ്ങൾ, വിവിധ ട്രസ്റ്റുകൾ, ടീം കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ ആത്മീയമായിട്ടുള്ള വിവിധ ശുശ്രൂഷകളിൽ എപ്പോഴും ബിസിയായിട്ടിരിക്കുന്ന, ഫുൾ ടൈം ബിസി എന്ന് തന്നെ പറയാം, വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ദൈവത്തിന് വേണ്ടി വളരെ അധ്വാനിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. തീർച്ചയായും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തൻ്റെ വേല താൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം തുടർന്നും അതിന് പ്രിയദാസനെ സഹായിക്കട്ടെ. പക്ഷെങ്കിൽ ഈ സഭയുമായിട്ട് ബന്ധത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടിയും കൂടെ കൂടുതൽ കുറച്ച് സമയം നീക്കി വെക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നമ്മുടെ സഭയുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ, അതായത് നമ്മൾ എല്ലാ ആഴ്ചയും കൂടുന്നു, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ ഈ പറഞ്ഞ വെളിയിലോട്ട് മറ്റുള്ള ആൾക്കാരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ, അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യുവാൻ ഒരു ചുമതല സഭയ്ക്കുണ്ട്. അതിന് ഇതൊരു തുടക്കമാകട്ടെ. അദ്ദേഹം അത് ലീഡ് ചെയ്യുവാൻ, അദ്ദേഹം മാത്രമല്ല, നമുക്കെല്ലാവർക്കും ആ ചുമതലയുണ്ട്. തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാ രീതിയിലും നമ്മളാലാവും വിധം ഈ ഔട്ട്റീച്ച് മിനിസ്ട്രീസ് നമുക്ക് തുടർന്ന് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമുണ്ട്. തീർച്ചയായും അത് സഭയുടെ ഒരു കടമയാണ്, ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറുവാൻ പറ്റുകയില്ല. നാം എല്ലാം അതിന് ഉത്സുകരായിട്ട് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ചുമതലകൾ വിശ്വസ്തയോടുകൂടി അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. തീർച്ചയായും ദേവദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവിധമായ സപ്പോർട്ട്, സഭയുടെ ആത്മാർത്ഥമായ സപ്പോർട്ട്, പ്രാർത്ഥന വളരെ ആവശ്യമുള്ള ഒരു മേഖലയാണ്. തീർച്ചയായും ദേവദാസന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ദൈവം സഹോദരനെയും കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞാൻ ബാബുച്ചാനും കൂടി സ്റ്റേജിലോട്ട് വരണം. സ്റ്റേജിലോട്ട് ഈ കവറിങ്
നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ കർത്താവേ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ മക്കൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവിടുന്ന് കർത്താവെ ശ്രദ്ധ വെച്ച് കേട്ടു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സമയം കർത്താവെ അവിടുത്തെ ദാസന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സണ്ണി ടി ഫിലിപ്പിന് കർത്താവെ ജനിപ്പാൻ അവസരം ഒറീസയിലാണ് അവിടെ നൽകിയത് കർത്താവെ. അവിടെ കർത്താവെ ജനിച്ച് വളർന്ന് കർത്താവെ അനേക ഭാഷകൾ കർത്താവെ വശമാക്കുവാൻ വാത്സല്യ മകന് കർത്താവ് കൃപ നൽകി. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗം പ്രസാദിച്ചു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. രക്ഷകനെ കാണുവാൻ അറിയുവാൻ കർത്താവെ ആ കുടുംബത്തിനിടയാക്കിയത് ഈ സഭയിൽ നിന്ന് കടന്നുപോയ കർത്താവെ സന്നിധിയിലാണ് കർത്താവ് നിത്യത്തിൽ വിശ്രമിക്കുന്നു. ഇതിനെല്ലാം ഒരു സമയം എല്ലാ മുഖാന്തരങ്ങളും അവിടുന്നാണ് നൽകിയത്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സണ്ണി ബ്രദറിന് കൊടുത്തിരിക്കുന്ന കർത്താവെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ആത്മീയ സന്തോഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവെ ആ വചനം പഠിപ്പാനുള്ള കർത്താവെ നല്ല ചിന്തകളാൽ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രിയമനോട് കാണിച്ച കരുണയ്ക്കായി കുടുംബത്തോട് കാണിച്ച കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആ നിലയിൽ കർത്താവെ മാതാവും പിതാവും കർത്താവെ പ്രിയ മകന് വേണ്ടി കർത്താവെ അവർ പ്രാർത്ഥനയോട് കർത്താവെ ആ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുവാൻ കഴിഞ്ഞ നാൾ കർത്താവെ ഇടയാക്കി കർത്താവെ. അവർ നിത്യയിലേക്ക് ചേർക്കപ്പെട്ടെങ്കിലും കർത്താവെ മകൻ കർത്താവെ ഭൂമിയിലായിരിക്കും സമയങ്ങളിൽ കർത്താവെ ദൈവജനത്തിനും ദേശത്തും വിദേശത്തുമുള്ള കർത്താവെ അനേക ആയിരങ്ങൾ കർത്താവെ അനുഗ്രഹമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യുന്നതിനോട് നന്ദിയോടെ സ്തോത്രം. തക്ക സമയത്ത് കർത്താവെ പ്രിയ മകനെ അവിടുന്ന് ഒരുക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തൻ്റെ ഹൃദയ കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒരു അധ്യാപനം എന്നുള്ള നിലയിൽ കർത്താവെ തനിക്ക് കൊടുത്തിരിക്കുന്ന കർത്താവെ ആ കഴിവിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അത് അനേകർക്ക് പ്രയോജനപ്പെടുവാൻ കർത്താവെ അത് വിഭാഗിച്ചു കൊടുപ്പാൻ കർത്താവെ അവിടുന്ന് ഇടിയാക്കിക്കൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എവിടെയായിരുന്നാലും കർത്താവെ അവിടുന്ന് കർത്താവെ പരിപാലിക്കുന്ന ദൈവമാണ് കർത്താവെ. ഈ പത്തനംതിട്ടയ്ക്ക് കർത്താവെ ഒരു അനുഗ്രഹമായി അവിടെ നിലനിർത്തിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദേശത്തും വിദേശത്തും എവിടെയും ഉള്ള കർത്താവെ ജനത്തിന് അനുഗ്രഹമായി പ്രിയ മകനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാവെ. ആ നിലയിൽ കടന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കൊടുത്ത മനസ്സിനായി സ്തോത്രം ചെയ്യുന്നു. ബെൻഷവരിക്കായി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആ മകളും കർത്താവെ ആ കുടുംബം കർത്താവെ ആ വാസ്നിക്കുകയും പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അവരൊന്നിച്ച് കർത്താവെ പാർത്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവെ പ്രിയദാസൻ അനേക യാത്രകൾ ചെയ്യുന്നുണ്ട് കർത്താവെ. അനേക ചുമതലകൾ വഹിക്കുന്നുണ്ട് കർത്താവെ. എന്നാൽ അതൊന്നും കർത്താവെ തനിക്ക് ഭാരമായിട്ട് ആരെയും അറിയിക്കാത്തത് എൻ്റെ ദൈവം അതെല്ലാം കാണുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയമാനോട് കൂടെ ഇരുന്ന് സഹായിക്കണേ പ്രാർത്ഥാവെ. ദുഷ്ടൻ തൊടാതെ കാത്തുകൊള്ളണം പ്രാർത്ഥിക്കുന്നതാവേ. ഞങ്ങൾ സഭയായിട്ട് കർത്താവെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവിടുത്തെ ദാസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കരുണാടിക്കണേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് രാവിലെ സമയം ആലയത്തിലേക്ക് കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിന് ശേഷം ചില സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ, അതിനായിട്ട് അവരെയും ഞങ്ങൾ ഓർത്ത് സ്തുതിക്കുന്നു, അങ്ങേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനുശേഷം ഞങ്ങൾ നാളുകളായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു വിഷയമാണ് പ്രിയ സണ്ണയ്ക്ക് ഒരു സുവിശേഷകൻ എന്നുള്ള പദവി നൽകുക എന്നുള്ളത്. കർത്താവേ, തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇത്രത്തോളം ദൈവം സഹായിച്ചു, പരിപാലിച്ചു, സൂക്ഷിച്ചു. അതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വന്ന കാലം മുതൽ പത്തനംതിട്ട സഭയോടുള്ള ബന്ധത്തിലേക്ക് കർത്താവേ കഴിഞ്ഞ 25 വർഷത്തിൽ പരമായിട്ട് ഇവിടെ ആയിരിക്കാനും അനേക ശുശ്രൂഷകൾ ചെയ്യുവാനും അതിലേർപ്പെടുവാനും ഒക്കെ പ്രിയ മകനെ ബലപ്പെടുത്തി സഹായിച്ചു. അതുമാത്രമല്ല ദേവസ്വത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ബൈബിൾ സ്കൂളിനോടുള്ള ബന്ധത്തിലൊക്കെ പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ നൽകി. അതുമാത്രമല്ല ആ സമയം കിട്ടിയ സമയങ്ങളിലൊക്കെ ബൈബിൾ കൂടുതലായിട്ട് പഠിക്കുവാനും അത് സഭയ്ക്ക് പ്രയോജനകരമായ രീതിയിൽ അവതരിപ്പാനൊക്കെ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ പ്രിയ മകനെ സഹായിച്ചു. കർത്താവേ,
ഇപ്പോൾ തക്ക സമയത്ത് അവിടുന്ന് ഒരു അവസരം ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ കർത്താവെ പ്രിയദാസനെ അവിടുത്തെ സന്നിധിയിൽ ഫലമേൽപ്പിക്കുകയാണ്. കർത്താവെ ഒരു സുവിശേഷം എന്നുള്ള പദവിയോടുകൂടി പ്രവർത്തിപ്പാൻ, വരുന്ന ആളുകളിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ പ്രിയ മകനെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിപാലനം വിശേഷാൽ പ്രിയദാസനോട് കൂടെ ഉണ്ടായിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അനേകരെ കർത്താവിലേക്ക് അതായപ്പെടുത്തുവാൻ, സുവിശേഷം അറിയിക്കുവാൻ മാത്രമല്ല, അനേകം പേരെ ഈ ദൈവമക്കൾ എന്നുള്ള പദവിയോടുകൂടി അവരെ മുൻപോട്ട് കൊണ്ടുവരുവാൻ തക്കവണ്ണം ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബൈബിൾ കോളേജിനും അതൊരു അനുഗ്രഹമായി തീർന്നിരിക്കുക സ്തോത്രം ചെയ്യുന്നു. കൂടുതലായിട്ട് പ്രവർത്തിപ്പാൻ പ്രിയമകനെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയമകനെ വിശേഷാൽ തൃക്കരങ്ങൾ ഞങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. അവിടുന്ന് ആവശ്യമാർന്ന ദൈവകൃപയും ബലവും സാമർഥ്യവും കൃപയും ഒക്കെ നൽകി ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിപാലനം വിശേഷാൽ കൂടെ ഉണ്ടായിരിക്കണമേ. പെൻസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ആവശ്യമാർന്ന ആരോഗ്യവും ബലവും നൽകണമേ. സമാധാനത്തോടായിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, വാസന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൾക്ക് നല്ലൊരു ഭാവി ജീവിതം ലഭിക്കേണ്ടത് ആവശ്യമാണ്. അതിന് തക്ക സമയത്ത് അവിടുന്ന് അവസരം ഒരുക്കി കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായി അവിടെ വസിച്ചുകൊണ്ട് കൂടുതലായിട്ട് പ്രവർത്തിപ്പാൻ പ്രിയ മകനെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. എല്ലാ കൃപകളാലും നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലവും ക്രിസ്തുയേശുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം.